എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഈ ക്ലോക്ക് കാണിച്ചത് ഞാൻ 1.5 വർഷം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആയിട്ട്. കാലം മാറിക്കൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ ക്ലോക്ക് കാണിച്ചു. ഇതിനകത്ത് പറയുന്നതെല്ലാം ജെന്യൂൻ ആണ് കേട്ടോ. സത്യസന്ധമായിട്ട് യഥാർത്ഥമായിട്ട് നടന്ന വെള്ളം ചേർക്കാത്ത സത്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് നിങ്ങളോട് പറയുള്ളൂ. അന്നൊരു വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ. മുറ്റത്ത് നല്ല മഴയുടെ ശബ്ദം കേട്ട് കണ്ണു തുറന്നു, എഴുന്നേറ്റു, ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകണം, കുളിക്കണം, റെഡി ആവണം. ലൈറ്റ് ഇട്ടു, കറണ്ട് പോയി, ഐശ്വര്യം. പിന്നെ വെളിയിലോട്ട് നോക്കി ചുമ്മാ ഇങ്ങനെ കണ്ണും മിഴിച്ച് നോക്കിയിരുന്നു. മുടിഞ്ഞ മഴ, പണ്ടാര വളങ്ങാൻ. പതിവ് പോലെ തന്നെ മഴയും പെയ്യും. ഇത് വേനൽക്കാലത്ത് എടുത്തായതുകൊണ്ട് തന്നെ മഴ ഇങ്ങനെ വരുമെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെ മഴയൊക്കെ കൈനീട്ടി ആസ്വദിച്ച് നേരെ മുറ്റത്തോട്ട് പോയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തെടുത്ത് വെച്ചു. മുറ്റം മുഴുവൻ ഉണങ്ങി കിടന്ന മുറ്റമാണ്. ഇപ്പൊ കണ്ടില്ലേ, മഴ പെയ്ത് മൊത്തം നനഞ്ഞു കിടക്കും. ഈ വെള്ളം കിട്ടാതെ ദാരിദ്ര്യത്തിക്ക് അന്ന് കിടക്കുന്ന ചെടികൾ വരെ ഇന്ന് ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് എല്ലാ വീഡിയോസും ഞാൻ അന്ന് പതിവ് പോലെ തന്നെ ഷൂട്ട് ചെയ്തെടുത്ത് വെച്ചു. വീണ്ടും മുറ്റത്തേക്ക് തന്നെ ഇരുന്ന് നോക്കിയിരിക്കുക. പടക്കോ ഒന്ന് സൗണ്ട് കേട്ടിട്ടാ ഞാൻ മുറ്റം മുഴുവൻ ഷൂട്ട് ചെയ്ത് നോക്കുന്നത്. കാരണം ആലിപ്പഴം ആണെങ്കിൽ എടുത്ത് തിന്നാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ ആലിപ്പഴം അല്ല, ഒരു മാങ്ങാത്തൊലിയല്ല. എന്ത് ചെയ്യാൻ, വേനൽക്കാലത്തുള്ള മഴയല്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും രാവിലെ കുളിച്ച് റെഡി ആയിട്ട് തന്നെ ഹോസ്പിറ്റലിൽ പോകണം. ഞാനന്ന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. രാവിലെ പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ട് പോകണം. ഒരു അരമണിക്കൂറോളം ഞാൻ മേലോട്ട് നോക്കിയിരുന്നു കേട്ടോ. വെളുപ്പിനെ എഴുന്നേക്കുന്ന ഒരു ശീലം എനിക്കുള്ളതാ. എന്തായാലും കുളിച്ച് റെഡി ആവണം, ജോലിക്ക് പോകണം. അന്നേരം നേണ്ട് മഴയും കൂടി, പണ്ടാറ ഉടങ്ങാൻ വേണ്ടിയിട്ട്. ഇനി എന്ത് ചെയ്യും, കയ്യിലാണെങ്കിൽ കുടയില്ല, ഒരു മാങ്ങാത്തൊലി ഇല്ല. എന്തായാലും പോകണമല്ലോ. അങ്ങനെ 15 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ മാറി കേട്ടോ. പിന്നെ ഹോസ്പിറ്റലിൽ പോയി. അവിടെ എനിക്ക് ഉച്ചവരെ ജോലി എടുക്കാൻ അന്ന് കഴിഞ്ഞുള്ളൂ. കാരണം എനിക്ക് പനിക്കോളുണ്ടായിരുന്നു. അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തെടുത്ത് വെച്ചു. എന്തായാലും എപ്പോഴേലും ആവശ്യം വരുമെന്ന് കരുതിയിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തെടുത്ത് വെച്ച്. അങ്ങനെ പോകുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കാരണം എപ്പോഴും തനിച്ച് നടന്നത് അത് ശീലമായി. പോകുന്ന വഴിയിലത്തെ കുറച്ച് അപ്പൂപ്പൻ താടി പോലത്തുള്ള കുറച്ച് പൂവൊക്കെ പറിച്ച് അത് ഇങ്ങനെ ഊതി പറപ്പിച്ച് നേരെ ബസ് നോക്കിയിരിക്കുക. പക്ഷെ ഒത്തിരി നേരം നോക്കിയിരുന്നു. ബസ്സും വന്നില്ല, ഒന്നും വന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ബൈക്കും ഓട്ടോയും പോകുന്നല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. ആകെ ഒരു മനപ്രയാസം, എങ്ങോട്ട് പോകണമെന്നറിയില്ല. അപ്പോഴത്തേക്കാണ് എന്നോട് അജിത്ത് വിളിച്ചത്. എടാ നീ വരുന്നോ, നമുക്ക് കുട്ടിക്കാനും പോകാമെന്ന്. അവന്റെ ഫോൺ വിളി കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. എന്തായാലും വീട്ടിൽ ഇരുന്ന് മുഷിഞ്ഞു. ആകെ ഡിപ്രഷൻ അടിച്ച് പണ്ടാറ അടങ്ങിയിരിക്കുന്ന എനിക്ക് ഏക ആശ്വാസം അവനായിരുന്നു. ആ നേരത്തെ അവൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു. അങ്ങനെ അവൻ എന്റെ ആ ഒരു മാനസികാവസ്ഥ അറിഞ്ഞിട്ടാണോ ഇനി അവന് സന്തോഷം ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അവൻ വിളിച്ചു. ഞങ്ങൾ നേരെ കുട്ടിക്കാനം പോയി. പക്ഷെ കുറച്ച് വന്നപ്പോഴത്തേക്ക് നല്ല വെയിൽ വന്നു കേട്ടോ. ഇതിപ്പോ കുട്ടിക്കാനം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നതല്ല. പോകുന്ന വഴിക്ക് അവന് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ പോകുന്ന വഴിക്ക് അവൻ എന്തൊക്കെയോ കുറെ വിഷമങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. ഈ ബൈക്കിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഞാനിങ്ങനെ എന്തോ ആലോചിച്ച് ആകെ തകർന്ന് ഇരിക്കുകയായിരുന്നു. കാരണം ഞാനും ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ അവൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഇപ്പോൾ ഓക്കെ അല്ലേ, നിനക്ക് ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞടാ ഇല്ല, എനിക്ക് ഒരു കാര്യമില്ലാതെ ഭയങ്കര ദേഷ്യം വരും, ഭയങ്കര മറവിയാണ്, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങള് മറ്റേ നമ്മുടെ ആ ഒരു ഏലപ്പാറയിലൊക്കെ എത്തുന്ന ആ ഒരു സ്ഥലമില്ലേ, അവിടെ എത്തി. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഈ ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യസന്ധമായിട്ട് രീതി പറയാമല്ലോ, ഈ വീഡിയോ ഞാൻ ഇന്ന് കാണുമ്പോൾ അയ്യേ ഇത് എന്നാ പ്രാന്തായി കാണിച്ചു വെച്ചേക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മൊത്തം ഊളത്തരാ വിളിച്ച് പറയുന്നത്. സാധാരണ എല്ലാ മനുഷ്യരും എല്ലാ മുണ്ടക്കയംകാരും പോയിട്ടുള്ള സ്ഥലമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടൊന്നും ഞാൻ സംസാരിക്കേണ്ടതായിട്ടില്ല എന്ന് എനിക്ക് തോന്നി. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ജെന്യൂനായിട്ട് സംസാരിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കയറി നേരെ ഏലപ്പാറയിലേക്ക് പോകുന്ന വഴിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് ഒന്നും സംസാരിക്കാതെ ഒത്തിരി നേരം മിണ്ടാതിരിക്കും. അപ്പോൾ അവൻ എന്നോട് ചോദിക്കും, എന്നാ പറ്റിയിടാന്ന് ചോദിക്കും. ഈ ക്യാമറ ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ വളവലാഞ്ചത്തരം വിളിച്ച് പറയുന്ന ഒരുത്തനല്ല ഈ ഞാൻ വേറെ ഏതോ ഞാനാണ്, ഇത് ഞാനല്ല എന്നൊരു ഡയലോഗ് നമ്മുടെ മരിച്ചുപോയ സലിംകുമാറിയുടെ പറയാതെ അതേ ഒരു ഡയലോഗ് എനിക്കിപ്പോഴും ഓർമ്മ. പിന്നെ കാര്യങ്ങളെല്ലാം അവനോട് ഞാൻ ഇങ്ങനെ ചോദിക്കും, ഇപ്പം എങ്ങനെ ഉണ്ടെന്ന്. പക്ഷെ അവനോട് ഞാൻ എന്ത് ചോദിച്ചാലും അവന് പറയാൻ പറ്റുന്ന ഏക ടോപ്പിക്ക് ഒരൊറ്റ കാര്യമുള്ളൂ കേട്ടോ. അവൻ അവൻ്റെ കുടുംബത്തെക്കുറിച്ചായിരുന്നു ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവൻ അവൻ്റെ കുഞ്ഞിനെ കുറിച്ച് എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും, എടാ എൻ്റെ കുഞ്ഞിങ്ങനെ, എൻ്റെ കൊച്ചെങ്ങനെ, എൻ്റെ കുഞ്ഞ്, അവൻ ഒരുപാട് കാര്യങ്ങൾ ഇൻസിഡൻറ്റുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് ഫുള്ള് ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ മൗനമായിട്ടിരുന്നു. പോകുന്ന വഴിയിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ നിനക്ക് കുഞ്ഞിനെ കുറിച്ചല്ലാതെ വേറൊന്നും നിനക്ക് പറയാനില്ലേ എന്ന് ചോദിച്ച് ഒരു തമാശ രീതിയിൽ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, എടാ നീ ഒരു അപ്പനാകണം, നീ ഒരു അപ്പനായി കഴിയുമ്പോഴേ അതിൻ്റെ ഒരു ഫീല് കിട്ടും, അതിൻ്റെ ഒരു സുഖം കിട്ടുള്ളൂ. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കുറിച്ചല്ലാതെ പിന്നെ ഞാൻ എന്ത് പറയാനാടാ എന്ന് അവൻ എന്നോട് എപ്പോഴും പറയും. അവൻ്റെ അന്നേരത്തെ ആ വാക്ക് കേട്ട് എനിക്ക് ഭയങ്കര ഫീൽ അടിച്ചു കേട്ടോ. ശരിയാണ്, ഞാനൊരു അപ്പനല്ല, എനിക്കൊരു കുടുംബവും ഇല്ല. അവന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് എന്താണുള്ളത്. പിന്നെ ഞാൻ പെട്ടെന്ന് ആ വിഷയം അങ്ങ് മാറ്റി. ദാ ഇപ്പൊ കാണുന്ന ഈ പള്ളിയില്ലേ, ഇതായി ഞങ്ങളുടെ രണ്ടുപേരും ടോപ്പിക്ക്. ഈ പള്ളി എന്നുണ്ടായി, ഈ പള്ളി ഇത് മുമ്പുണ്ടായതാണോ, ഇനി ഇത് നമ്മുടെ ബ്രിട്ടീഷ് അച്ചാച്ചന്മാരുടെ സംഭാവന വല്ലതും ആണോ, അങ്ങനെ പല പല ടോപ്പിക്ക്, അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വർത്തമാനം പറഞ്ഞ് മുന്നോട്ട് പോയി. പക്ഷെ ഇന്ന് ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. അന്ന് ഞാൻ അവനോട് എന്തൊക്കെയാ പറഞ്ഞിരുന്നതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞങ്ങൾ ഈ പള്ളിയെക്കുറിച്ചായിരുന്നു അന്ന് കൂടുതലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്നങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കുറേ ദൂരം ഞങ്ങൾ പോയി കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോ ഒക്കെ തിരിച്ചു വരുന്ന ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് എന്തോ ഒരു ചങ്കിനകത്തൊരു ബുദ്ധിമുട്ട് പോലെ വന്നു. അതുകൊണ്ട് പകുതി വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. തിരിച്ചു വരുന്ന വഴിക്ക് പെട്രോൾ പമ്പിൽ കയറി, പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് പെട്രോൾ അടിച്ചു. അവിടെ കയറിയിട്ടുള്ള കുറേ വീഡിയോ വിഷ്വൽസും ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിക്കാണ്ട് വന്നതാണ്.
എന്താ ഞാൻ ആ വീഡിയോ കട്ട് ചെയ്യാതെ മൊത്തം നിങ്ങളെ കാണിച്ചെന്താണെന്നറിയോ? കാരണം ഈ വീഡിയോ ഒക്കെ ഇന്ന് എനിക്കത് ഓർമ്മ മാത്രമാണ്. അന്ന് ഞങ്ങൾ പോയി സ്പെൻഡ് ചെയ്ത സമയവും സന്ദർഭമൊന്നും ഇനി തിരിച്ചു കിട്ടാനേ പോകുന്നില്ല. ഇന്ന് അവൻ മരിച്ചു പോയിട്ട് 8 മാസമാകുന്നു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ എല്ലാം അന്ന് എൻ്റെ കൂടെ അവൻ ഉണ്ടായിരുന്ന സമയത്ത് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. കാരണം ഇതൊക്കെ എൻ്റെ ഒരു ഓർമ്മ മാത്രമാണ്. അന്ന് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സംസാരിച്ച എന്ത് വിഷയമാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇന്ന് അവൻ്റെ അഭാവത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. അവൻ്റെ മരണം പോലും എന്നെ മാനസികമായിട്ടും തകർത്തിട്ടുണ്ട്. ഞങ്ങൾ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചാണ് കേട്ടോ. 1ാം ക്ലാസ് തൊട്ട്. സത്യത്തിൽ ഇവർ ഇരട്ടകളാണ്. ഇവർ രണ്ടുപേരും എൻ്റെ കൂടെ പഠിച്ചതാണ്. ഞങ്ങൾ അന്ന് കളിയാക്കി ഒത്തിരി വിളിക്കായിരുന്നു. നിങ്ങൾ ഇരട്ടകളെ പോലെ തന്നെ പരട്ടകളാണ്. പക്ഷെ അന്നൊക്കെ ഇത് പറയുമ്പോൾ അവന്മാർ ചിരിക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ, തിരിച്ചൊന്നും പറയില്ല. അതിനർത്ഥം തിരിച്ചൊന്നും പറയില്ല, ഞങ്ങൾ ഭയങ്കര സ്നേഹത്തോടെ ഇരുന്നേന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഉള്ള പോലെ തന്നെ നല്ല വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ വഴക്കുകളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അങ്ങനെ നീണ്ടു നിന്നൊന്നും പോയിട്ടില്ല. മാക്സിമം ഒരു 3 മാസത്തേക്ക് അപ്പുറത്തേക്കൊന്നും പോയിട്ടൊന്നുമില്ല. ഒന്നെങ്കിൽ ഞാൻ കാണുമ്പോൾ സംസാരിക്കും, അല്ലെങ്കിൽ അവൻ കാണുമ്പോൾ സംസാരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ചിരിക്കും. ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ള ഏക കാര്യവും. ഇവൻ്റെ മരണവാർത്ത എന്നെ ഒരുപാട് വേദനപ്പെടുത്തി കേട്ടോ. ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കങ്ങളായി. അവസാനം തർക്കം പിണക്കമായി പോയി. ആ പിണക്കം വലിയൊരു പിണക്കമായിരുന്നു. പിന്നെ ഞാൻ 1 മാസത്തേക്ക് ഇവനോട് സംസാരിച്ചില്ല. അങ്ങനെ ഒരു ദിവസം നവംബർ 8-ാം തീയതി 6 മണിയപ്പോൾ പതിവില്ലാതെ ഞാൻ എഴുന്നേറ്റു. എനിക്ക് എന്തോ വല്ലാത്ത ബുദ്ധിമുട്ട്. ഞാൻ എഴുന്നേറ്റു, ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു, നിനക്ക് ആരുടെയെങ്കിലും പിണക്കമുണ്ടോ? അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എന്നോട് സംസാരിക്കാൻ താല്പര്യമുള്ളവർ വന്ന് സംസാരിക്കും, പുറകെ ചെന്ന് അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, എടാ മോനെ, നിനക്കിവിടെ അധികം ആരും കൂട്ടുകെട്ടോ, സംസാരിക്കാനോ ഒന്നുമില്ല. നമ്മൾ എന്തിനാണ് എല്ലാവരോടും ഇങ്ങനെ അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അമ്മ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയോട് അന്ന് പറഞ്ഞൊരു വാക്കാണ്, ഞാൻ നാണം കെട്ട് ഒരുത്തരുടെ ഫ്രണ്ടിൽ പോകില്ല, ആരുടെ ഫ്രണ്ടിൽ എൻ്റെ അഭിമാനവും എൻ്റെ ആത്മാഭിമാനവും ഞാൻ അടിയറവ് വെക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ റൂം പതിവില്ലാതെ ഞാൻ പെയിൻ്റ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ ബ്രഷൊക്കെ എടുത്ത് ഇങ്ങനെ എൻ്റെ അലമാരി ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച മറ്റൊരു സുഹൃത്തിനോട് ഫോൺ വിളിച്ച് പറയുന്നു, എടാ അജിത്ത് മരിച്ചുപോയി. ആ ഒരു സമയത്ത് ഞാൻ എന്താ പറയുക, എൻ്റെ കൈയെല്ലാം എന്തോ പോലെ ആയിപ്പോയി. എൻ്റെ കയ്യിലൊരു അലമാരി ഉണ്ടായിരുന്നു, അതിങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് നിലത്തിട്ടിട്ട് തലപൊത്തി അവിടെ ഇരുന്നു. എൻ്റെ തൊട്ടടുത്തുള്ള അയൽവാസികളെല്ലാം ഓടി വന്നു. അന്ന് ജിജി ചേച്ചി ഓടി വന്നിട്ട് എന്നെ ആശ്വസിപ്പിച്ചു, അജിത്ത് മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് കരയാൻ അന്നേരം തോന്നിയില്ല. ഞാൻ അവൻ്റെ വീട്ടിൽ ഞാൻ ചെന്ന സമയത്ത് അവൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, ചേട്ടായോട് അജിത്ത് ചേട്ടായിക്ക് ഒരു പിണക്കവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒന്നും സംസാരിക്കാനായിട്ടുള്ള ശേഷി എനിക്കുണ്ടായില്ല. എനിക്ക് നിലവിളിക്കാനല്ലതൊന്നും എനിക്ക് തോന്നിയില്ല. സത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡിപ്രഷൻ്റെ ഒരു അങ്ങേയറ്റം കിടന്ന് എനിക്ക് ഉന്തിൻ്റെ കൂടത്തിൽ തള്ളു കിട്ടിയ പോലെ ആയിപ്പോയി. എനിക്കെന്ത് പറയണമെന്ന് എനിക്കറിയില്ല, എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. അജിത്തിൻ്റെ മരണവാർത്ത എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇന്നും എനിക്കൊരു ഭയങ്കര ഒരു ഭീകരത നിറഞ്ഞൊരു കാര്യമായിട്ട് എനിക്ക് എപ്പോഴും മനസ്സിൽ തോന്നുന്നത്. കാരണം ഒരുപാട് ബന്ധങ്ങളൊന്നും ഇല്ലാത്ത എനിക്ക്, ഒരുപാട് സുഹൃത്തുക്കളോ ഒരുപാട് ബന്ധങ്ങളെ നിലനിർത്താൻ കഴിവില്ലാത്ത എനിക്ക്, അതാണ് കറക്റ്റായിട്ട് പറയേണ്ട ഒരു വാക്ക്. എല്ലാവരോടും ഞാൻ സംസാരിക്കുന്നു, എല്ലാവരോടും ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലുള്ള മറുപടി പറയുന്നു, ചിരിക്കുന്നു, പോകുന്നു. അല്ലാത്ത പക്ഷം ഒരുപാട് കിഴിഞ്ഞൊരു ബന്ധങ്ങളിലേക്കൊന്നും ഞാൻ അടുക്കാത്തൊരു വ്യക്തിയായ എനിക്ക്, അതായത് ഒരു ആംബിവേർട്ട് എന്ന് വേണേൽ പറയാം, ഇൻട്രോവേർട്ടും അല്ല എക്സ്ട്രോവേർട്ടും അല്ല. എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് ചിരിക്കാനും വർത്തമാനം പറയാനും എനിക്ക് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഉള്ള ബന്ധങ്ങൾ എനിക്ക് വളരെയേറെ ഞാൻ പ്രാധാന്യം കൊടുക്കും. അങ്ങനെ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ പ്രാധാന്യത്തിലുള്ള ഒരു വ്യക്തിയാണ് അജിത്ത്. അതുകൊണ്ട് അജിത്തിൻ്റെ ആ ഒരു മരണം എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തോ എൻ്റെ ശരീരത്തിന് എന്തോ ഒരു അവയവം നഷ്ടപ്പെട്ടു പോകുന്ന പോലെ എനിക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം നിങ്ങളോട് ഇത് പറയുമ്പോൾ തന്നെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. കാരണം പുതിയ ബന്ധങ്ങളെ എനിക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് എനിക്ക് അറിവില്ല, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് കഴിവില്ല.
അതുകൊണ്ട് തന്നെ പിണക്കമായാലും ഇനിയിപ്പോൾ അതുപോലെ തന്നെ വഴക്കായാലും എന്താണെങ്കിലും ഞാൻ അവരെ വിട്ട് അങ്ങനെ പോവില്ല. അവരുടെ ആ ഒരു സർക്കിളിൽ തന്നെ നിൽക്കാനാണ് എനിക്കിഷ്ടം. ഈ ഒരുപാട് ബന്ധങ്ങളിലല്ലല്ലോ കാര്യം. കാരണം ക്വാളിറ്റി ഈസ് ബെറ്റർ ദാൻ ക്വാണ്ടിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഞാൻ നല്ല രീതിയിൽ വാല്യൂ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ബന്ധങ്ങളൊന്നും വേണ്ട, പക്ഷെ നമുക്ക് ക്വാളിറ്റി ഉള്ള 1-2 പേര് അല്ലെങ്കിൽ ഒരാൾ അത് മതി. അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഭൂമിയിൽ ജീവിക്കുമ്പോൾ. അങ്ങനെ ഇവൻ്റെ മരണത്തിന് ശേഷം ഞാൻ അനുഭവിച്ച ഒരു ട്രോമയുണ്ട്. കാരണം എല്ലാവരും എന്നെ വിട്ടു പോകുമോ, എല്ലാവരും എന്താ പറയുക എൻ്റെ അടുത്ത് നകന്നു പോകുന്നു, എല്ലാവരും എന്നെ എന്താ പറയുക ഞാൻ എപ്പോഴും തനിച്ചായി പോകുന്നു, ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു വിചാരം എനിക്ക് പിന്നീട് ചിന്തയിലേക്ക് വരാൻ തുടങ്ങി. അപ്പം ഞാനിത് എൻ്റെ അടുത്തുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള സുഹൃത്തുക്കളോടൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ഇത് ഞാൻ പിന്നെ ഷെയർ ചെയ്തിട്ടുള്ളത് അൽഫിയോടും സംഗീത ചേച്ചിയോടും അതുപോലെ തന്നെ ബിൻസം ബ്രോയോടും അതുപോലെ തന്നെ ആകാശിനോടും വൈശാഖ് ബ്രോയോടും ഇവരോടും പിന്നെ ശ്രീലാലി ഏട്ടനോടും ഇവരോടൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കാര്യം കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം ഇവരൊന്നും എൻ്റെ തൊട്ടടുത്തില്ല. ഈ ബൈബിളിനകത്തൊരു വാക്യമുണ്ട്, ആരാണ് നിൻ്റെ അയൽക്കാരൻ എന്നുള്ളത്. സത്യസന്ധമായിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ എൻ്റെ അയൽക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്നോട് ഏറ്റവും കൂടുതൽ എനിക്കൊരു മാനസിക ബുദ്ധിമുട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു വിഷമം വന്നപ്പോൾ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് എന്നെ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന സിജു എന്ന് പറയുന്ന ഈ വ്യക്തി നിങ്ങളോട് ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്ന ഒരാളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു വലിയ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക, ഞാൻ എങ്ങനെയൊക്കെ സംസാരിക്കും, എൻ്റെ മാനസികാവസ്ഥ എന്ത്, ഞാൻ ഒരു വിരൽ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ടോണ് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്കതിൽ ദൈവത്തോട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. കാര്യം ഇങ്ങനെ എനിക്ക് കുറച്ച് പേര് അല്ലെങ്കിൽ ഒരു വിരലിൽ എണ്ണാവുന്ന പേരെ എനിക്ക് അത് വലിയ പരിചയമില്ലാത്ത രീതിയിൽ കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാര്യം സംഗീത ചേച്ചി എനിക്ക് കിട്ടിയത് ഞാൻ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ വെച്ചാണ് എനിക്ക് കിട്ടിയത്. ഡബ്ബിങ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡബ്ബിങ് സ്റ്റുഡിയോ വെച്ചാണ് എനിക്ക് സംഗീത ചേച്ചിയെ പരിചയമായത്. അതുപോലെ തന്നെയാണ് എനിക്ക് ബിൻസം ബ്രോയും പിന്നെ അതുപോലെ തന്നെ ആകാശിനെ എനിക്ക് മറക്കാൻ പറ്റില്ല. കാര്യം അവനാണ് എന്നെ ഏറ്റവും കൂടുതൽ ചില കാര്യങ്ങൾ വഴക്ക് പറഞ്ഞ് കറക്റ്റ് ചെയ്യുന്ന കാര്യം, ഏറ്റവും കൂടുതൽ എന്നെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം അത് ദേഷ്യപ്പെടും പക്ഷെ അപ്പം തന്നെ ആളങ്ങ് വിടും. അങ്ങനെ എന്നെ എപ്പോഴും ദേഷ്യപ്പെട്ട് കറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അൽഫിയ കുറച്ച് എന്താ പറയുക, എന്നോട് എപ്പോഴും മയത്തിൽ സംസാരിക്കും. അവളെപ്പോഴും എന്താ പറയുക ഒരുപാട് ഹാപ്പി ആയിട്ടേ സംസാരിക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് അൽഫിയുടെ ആ സംസാരം എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീലാലി ഏട്ടൻ എപ്പോഴും എന്നെ സഹിക്കുന്നൊരു വ്യക്തിയാണ്. എന്നെ എപ്പോഴും എന്താ പറയുക, എന്നെ ഒരിക്കലും ഇങ്ങനെ നീ അത് ചെയ്ത് ശരിയായില്ല എന്ന് ഒരിക്കലും കംപ്ലൈൻറ്റ് പറയാതെ എന്നെ കേൾക്കാൻ ബാധ്യസ്ഥനായ ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെയാണ് വൈശാഖ് ബ്രോയും. അതുകൊണ്ട് എനിക്ക് ഇവരെയൊക്കെ തന്നതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു നല്ല ബന്ധങ്ങളെ കിട്ടിയതിൽ തന്നെയാണ് എനിക്ക് വലിയ ലക്ക്. അജിത്ത് മരിച്ചതിന് ശേഷം എനിക്ക് ഒത്തിരി പേര് എൻ്റെ പരിസരത്തുള്ള കുറച്ച് മനുഷ്യർ എന്നോട് വന്ന് ചോദിച്ചൊരു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മരിച്ചപ്പോൾ നിനക്ക് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ഫീൽ എന്തായിരുന്നു, നിനക്ക് ഇനി എന്ത് ഫീൽ ആണ് നിനക്ക് ഉണ്ടായിരിക്കുന്നത്, നിനക്ക് ആ സമയത്ത് നിനക്ക് കരയാൻ തോന്നിയോ, അതൊരു ഭാഗത്ത്. ഇനി മറുഭാഗത്ത് എൻ്റെ കൂടെ നടക്കുന്ന കുറേ എണ്ണം വന്നിട്ട് എന്നോട് ചോദിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നത്. വെറുതെക്കാർ പോട്ടെ എന്ന് വെക്കാം, പക്ഷെ കുറച്ചും കൂടി നമ്മളോട് സംസാരിക്കുന്ന മനുഷ്യർ വന്ന് ചോദിക്കുന്നത് എനിക്ക് യാതൊരു തരത്തിലുള്ളൊരു വിഷമവും ഇല്ല, പിന്നീട് എന്തിനു നീ ഇങ്ങനെ കരയാതിരിക്കുന്നു, നീ എന്തിനു ഇങ്ങനെ സംസാരിക്കുന്നു, പിന്നെ ഞാൻ എന്തോ ചെയ്യണം, എൻ്റെ ഇമോഷണൽ എനിക്ക് ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് എഴുതി തരണമെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ വിവരം കെട്ട കുറേ വിവരദോഷികൾ ഇതിൻ്റെ ഇടയിൽ വന്ന് കുറേ സംസാരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരനാറികൾ ഞാൻ കണ്ടു കഴിഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാം, ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ അപമാനിക്കാം, എങ്ങനെയൊക്കെ അവനെ ഒരു നല്ല വാക്കുപോലും പറയാൻ കഴിവില്ലാത്ത ഒരു സൊസൈറ്റിയുടെ നടുക്ക് ഞാൻ വീണ പോലെ എനിക്ക് തോന്നി. ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കുറേ കന്നി പൊട്ടന്മാരും പൊട്ടികളുമുള്ള സ്ഥലത്താണ് ഞാൻ ജനിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. അതാണ് വിദ്യാഭ്യാസത്തിൻ്റെ കോണം എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും അജിത്തിനെ അടക്കാൻ വേണ്ടി പോയ സമയത്ത് അവസാനം ഞാൻ അവൻ്റെ കല്ലറയിൽ നിന്നും പോവുകയായിരുന്നു. കാരണം എന്നെ പിടിച്ചുകൊണ്ട് വന്ന വ്യക്തി അത് ശരത്തായിരുന്നു. ശരത്തെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, പൂക്കട ശരത്തായിരുന്നു. അപ്പോൾ എനിക്ക് അവൻ എന്നെ ഒരു നല്ല രീതിയിലൊക്കെ എന്താ പറയുക, നല്ല വാക്കുകളൊക്കെ പറഞ്ഞിടാ പോട്ടടാ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആദ്യമായിട്ടാണ് എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം എൻ്റെ നാട്ടിൽ നിന്ന് ഒരു സമാധാനപരമായിട്ട് രീതിയിൽ സംസാരിച്ച വ്യക്തി ശരത്തായിരുന്നു.
ശരദേ താങ്ക്സ്ടാ. നീ അന്ന് എന്നോട് കുറേ എന്താ പറയുക നല്ല രീതിയിൽ സംസാരിച്ചു. അവൻ എന്നെ ചിരിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. തമാശ കോമഡിയൊക്കെ പറഞ്ഞ് ആ സമയത്ത് തന്നെ ഒരുപാട് ചിരിപ്പിക്കാൻ ശ്രമിച്ചു. അന്നേരം എന്താ പറയുക, അവൻ അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ മൈൻഡ് തന്നെ മാറ്റിയെടുക്കാൻ അവൻ കുറേ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് എനിക്ക് അവനോട് നന്ദിയേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ വിഷമിച്ചിരിക്കാൻ പാടില്ല, നമ്മൾ മാറ്റി ചിന്തിക്കണമെന്ന് അവൻ ചിന്തിച്ച് കാണും. അതുകൊണ്ട് അവനോട് നന്ദിയുള്ളൂ എനിക്ക് പറയാൻ. ഇനി മറ്റു വിഷയത്തിലേക്ക് തന്നെ പോകുന്നില്ല, ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ വരാം. കാരണം ഞങ്ങളങ്ങനെ പോയി യാത്രയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫോൺ ഓപ്പൺ ചെയ്തു കേട്ടോ. സത്യസന്ധമായിട്ട് രീതി നിങ്ങളോട് പറയാമല്ലോ, എനിക്കന്ന് കിളി പോയതാണോ, ഞാൻ എന്താ പറയുന്നത്, എന്താ സംസാരിക്കുന്നതെന്ന് എനിക്കിന്ന് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരിയാണ് വന്നിരിക്കുന്നത്. ഞാൻ എന്ത് പൊട്ടത്തരമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്, ഞാൻ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആകാൻ വേണ്ടി ക്യാമറയും തുറന്നു പിടിച്ച് കുറേ കുറേ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാര്യമില്ല, അത് അവനും അറിയാം, അത് എനിക്കും അറിയാം. അത് എനിക്കറിയാമെന്ന് പറഞ്ഞാൽ അത് എനിക്കിപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതെല്ലാം പൊട്ടത്തരമാണ്. ഞാനിങ്ങനെ ക്യാമറയൊക്കെ തുറന്നു പിടിച്ച് അവനോടിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആശാനോട് ഞാനിങ്ങനെ പറയുന്നുണ്ട്, ആശാനോടല്ല, അത് ഞാൻ ഈ ക്യാമറ നോക്കിയാണ് പറയുന്നത്. ഞാൻ വീട്ടിലിരുന്ന് ബോറടിച്ചിരിക്കുകയായിരുന്നു, ഇവൻ എന്നെ വിളിച്ചു. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവൻ്റെ കൈയും കാലും ഒത്തിരി നാൾ പിടിച്ചതിന് ശേഷമാണ് ഇവൻ എനിക്കിങ്ങനെ ഒരു ഉപ്പ് തന്നത്. ഇത് ഇടാൻ വേണ്ടി ചട്ടിയൊന്നും അല്ലല്ലോ, അത് ഇടിഞ്ഞ ബ്ലോഗാണ്, എൻ്റെ മുഖം വരെ ഞാൻ കാണിച്ചു. ക്യാമറ തുറന്ന് ഇങ്ങനെ സംസാരിക്കാൻ തന്നിട്ട് ആക്റ്റീവ് ആണെന്നൊന്നും കരുതരുത്, ഇതൊക്കെ വെറും ഷോയാണ്, ഷോ ഓഫ് മാത്രമാണ്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തി കേട്ടോ. എനിക്കല്ല, അവൻ എന്തോ ഒരു വല്ലാത്ത വിഷമം പോലെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ സംസാരിക്കുന്നതൊന്നും നോക്കണ്ട, ഞാൻ എന്തൊക്കെയോ കുറേ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അന്ന് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഒരു 2 വീക്സ് അത്രയും എങ്ങാണ്ടായിട്ടുള്ളൂ. ആ സമയത്ത് ഞാൻ എന്താ പറയുക, എൻ്റെ കോലം കണ്ടില്ലേ, എന്തുവായത്. പക്ഷെ ഞാൻ അവനോട് കുറേ കാര്യം പറഞ്ഞിങ്ങനെ ഹാപ്പി ആക്കാൻ നോക്കുന്നുണ്ടേ. ഇടയ്ക്ക് വെച്ച് അവൻ എന്തോ അല്ലാത്തൊരു പ്രയാസം പോലെ. അപ്പം ഞാൻ അവനോട് പാട്ട് പാടാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചിരിപ്പിക്കാനൊക്കെ ഇങ്ങനെ ശ്രമിച്ച്. അവൻ്റെ മൈൻഡ് എന്നെ ഹാപ്പി ആക്കാൻ അവന് ശ്രമിക്കുന്നുണ്ട്, ഞാൻ അവനെ ഹാപ്പി ആക്കാനും ശ്രമിക്കുന്നുണ്ട്. അതാണ് വാസ്തവമായിട്ട്. ഒരു പാട്ട് പാട്, പള്ളിയിലൊക്കെ പാടുന്നല്ലേ? പള്ളിയിൽ പോകുന്ന നീ പാട്ട് പാട്ട് പാടുന്നതെന്ന് അറിയാലോ, പാട് പാട് പാട്. പറ. ഞാനിപ്പോ പാടി ഭരണിപ്പാട്ടായിക്കൊണ്ടിരിക്കുക. അങ്ങനെ വൈകുന്നേരം ആയി കേട്ടോ. വൈകുന്നേരമായി ഞങ്ങൾ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവൻ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, എടാ നിനക്ക് കുമ്പളങ്ങ വേണോ, നിനക്ക് മാങ്ങ വേണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി. ഞാൻ ചോദിച്ചത് ഇവിടെ നിന്നാണ്. അപ്പം പറഞ്ഞടാ എൻ്റെ വീടിൻ്റെ പറമ്പിലുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനേക്കാളും വലിയ ബോറിങ് എന്നെ അറിയുമോ, ഞാൻ എന്നാത്തിനാണ് എൻ്റെ ഈ മരമോന്ത തന്നെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇങ്ങനെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഞാൻ എന്ത് ഊളത്തിലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യത്തിൽ അതിൻ്റെ ബാക്ക് ക്യാമറ എടുത്ത് ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ മതി. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഈ കുരുമുളക് ഉണങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ആട്ടുംകാട്ടം എന്തിന് കിടന്ന് ഉണങ്ങുന്നു എന്നുള്ളതാണ് എനിക്കിപ്പം എന്നോട് തന്നെ ചോദിക്കാനുള്ളത്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഡബ് ചെയ്യുന്നില്ല, ഇത് നിങ്ങൾക്ക് കാണാവുന്ന വിഷ്വലാണ്. ഉണ്ടല്ലോ മുരിങ്ങയ്ക്കയില്ലേ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മാങ്ങ പറിച്ചു. ഇത്രയും മാങ്ങയുള്ളൂ, വിഷാംശമില്ലാത്ത നാടൻ മാങ്ങയാണ്. കാണാമോ എന്ന് എനിക്കറിയത്തില്ല, വിഷാംശം നാടൻ മാങ്ങ. പക്ഷേ ഇതിനൊക്കെ താഴോട്ടൊക്കെ ഇടുന്നുണ്ട്, അവിടെയൊക്കെ കിടപ്പുണ്ട്. ഇതുണ്ടോ, ഇതുണ്ടോ, എടുക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. സംഭവം കുറച്ച് പാമ്പാണ്, രാത്രിയല്ലേ, ആ ഒരൊറ്റ പ്രശ്നം ഉള്ളതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇഷ്ടം പോലെ വാങ്ങട്ടെ, നാളെ ഒന്ന് പറിക്കും. ഇപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് പറിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഇടയിലൊക്കെ നിൽപ്പുണ്ട്, കണ്ടോ, അതാണ് പ്രശ്നം. ഓക്കെ, ഇതുണ്ട്, ഇവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത്. താഴോട്ട് പോകത്തില്ല, കിണറാണ്, അതാണ് പ്രശ്നം. ഇറക്കമായതുകൊണ്ട് ഇതുണ്ടോ കുറച്ച് നിൽക്കുകയാണ്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ കിണറാണ്. ജെൻറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ വടിച്ചെടുക്കുക. അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് നീങ്ങുന്നില്ല. അയ്യോ, കുറച്ചും കാണാമോ? എടാ കുമ്പളങ്ങ, ഇതേ കുമ്പളങ്ങ നിൽക്കുന്നു, അതും അങ്ങ് പറിച്ചാലോ.
എടാ ഒരു കുമ്പളങ്ങ എടുത്താലോ? പക്ഷെ കാടല്ലടാ, എങ്ങനെ കയറും? കുമ്പളങ്ങി നൈറ്റ്സ്. കാണത്തില്ലല്ലോടാ. ഏതാടാ ചെറുതാ മേറി കിടക്കുന്ന? ഏതാടാ? ഇതാണോടാ? പക്ഷെ അത് എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് പറിക്കാം. അയ്യോ ഓക്കെ, ഇങ്ങോട്ട് വരികയല്ലേ? എൻ്റെ തല വീഴല്ലേ? യെസ് ഓക്കെ. അതെ, എൻ്റെ ജീവിതമേ കുമ്പളങ്ങയാണ്. എൻ്റെ ജീവിതമേ കുമ്പളങ്ങ. ഇവിടെ സുഹൃത്തുക്കളെ, നല്ല ഒന്നാം തരം കുമ്പളങ്ങ വിത്ത് മാങ്ങ. അയ്യോ പക്ഷെ മണ്ടേ മറ്റേ മുരിങ്ങയ്ക്ക ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ പറിക്കായിരുന്നു കേട്ടോ. അവിടെ മറ്റേ മോള് മുരിങ്ങയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പകുതി ഭാഗം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, കാരണം രാത്രിയായി വരുന്നതുള്ളതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് അത്രയും വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഞാനത് ഷൂട്ടൊന്നും ചെയ്തില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് രാജൻ പറഞ്ഞു, ചേട്ടായി മുണ്ടയ്ക്കാൻ വരുന്നോന്ന് ചോദിച്ചു. ഞാൻ അന്ന് അവൻ്റെ കൂടെ പോവുകയും ചെയ്തു. പക്ഷേ അവൻ്റെ അപ്പുറത്തെ സൈഡിലിരിക്കുന്ന ആരാണെന്ന് അറിയില്ല, അന്ന് ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ ഫേസ് ആ ഒരു മിററിൽ കൂടി കാണാം. ഇടവും വലവൊക്കെ ആരായിരുന്നതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. കാര്യം 8 മാസം മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കതൊന്നും ഓർമ്മയില്ല. അങ്ങനെ ഞാൻ മുണ്ടക്കയത്തൊക്കെ പോയി എന്തോ കുറേ സാധനങ്ങൾ മേടിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പക്ഷേ സത്യാവസ്ഥമായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ എപ്പോഴും മുണ്ടക്കയത്ത് പോകുമ്പോഴും എപ്പോഴും ഞാൻ തിരിച്ചു വരുമ്പോഴും ഞാൻ അവൻ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ അവൻ അടക്കം ചെയ്ത മണ്ണിലേക്ക് ഞാൻ എപ്പോഴും നോക്കി പോകാറുണ്ട്. ഇവൻ്റെ മരണത്തോടു കൂടി തന്നെ ഞാൻ ഒരു കാര്യം പഠിച്ചു. ഭൂമിയിൽ ആരോടും എനിക്കൊരു പിണക്കമില്ല. ഇനി ആരോടും എനിക്ക് ഒരു വൈരാഗ്യവും ഇല്ല, ദേഷ്യമില്ല. എല്ലാവരോടും സ്നേഹം മാത്രം. ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അനിയൻ്റെ കൊച്ച് എനിക്ക് വേണ്ടി ഒരു താരാട്ടുപാട്ട് പാടിത്തരികയാണ് കേട്ടോ. സത്യത്തിൽ അവളുടെ നേഴ്സറി സോങ് ആണ്. അത് പാടി എന്നെ ഉറക്കുകയാണ്. ആയശങ്ങൾ വേണ്ടാന്ന് ഉയരങ്ങളിക്കെത്തുമ്മിട കൈ കെട്ടിയവ വേണം. അച്ഛനവൻ ചെന്നു പോവും ആ കുടുംബിലെത്തുണ്ടാണ്. അച്ഛൻ്റെ അമ്മൻ മോള കാലി പെണ്ണാണ്. മേത്തിനും വഴിനും ചെല്ലാതെ മമ്മുണ്ടും പൊണ്ണുണ്ണി വാവയാണ്. മേതാളും തോളയിൽ ചാണ്ടിക്കൻ ചെയ്യുന്ന മുണ്ടുട ശിക്കാരി. ഏതിനും വഴിനും ചെല്ലാതെ മമ്മുണ്ടും പൊണ്ണുണ്ണി വാവയാണ്. മേതാളും തോളയിൽ ചാണ്ടിക്കൻ ചെയ്യുന്ന മുണ്ടുട ശിങ്കാരി. താങ്ക് യു.